പ്രിയപ്പെട്ട ഉമ്മമാര് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ നാളെ കബറിന്റെ അകത്ത് ഞാൻ എങ്ങനെ കിടക്കുമല്ലോ, എന്റെ കബറിന്റെ അകത്ത് ഞാൻ എങ്ങനെ കിടക്കുമല്ല. നിലത്ത് കിടക്കുമ്പോ നിലത്ത് കല്ലും മണ്ണും തന്റെ ശരീരത്തിലേക്ക് കൊണ്ടുകയറുമ്പോ വേദന കൊണ്ട് കുളന്നുപോയ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സന്ധ്യാമങ്ങളെ കടന്നു വരുമ്പോ പടിഞ്ഞാറ് സൂര്യനെ ശ്രമിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മക്കള് കൈകാല് കഴുകി ഒന്നുകൊടുത്ത് ഉമ്മച്ചിയോടൊപ്പം കാല് കഴുകി വീട്ടിന്റെ അകത്ത് കടന്നു വന്നിരിക്കുകയാ. ഉമ്മ നമസ്കരിക്കുമ്പോ പ്രിയപ്പെട്ട 2 വയസ്സുള്ള 3 വയസ്സുള്ള 4 വയസ്സുള്ള മലബാറിന്റെ പ്രിയപ്പെട്ട മക്കളാ ഉമ്മാന്റെ പുറകിൽ പോയിരുന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈകെട്ടി നമസ്കരിക്കുകയാണ്. ശരിയാകട്ടെ ശരിയാകാതിരിക്കട്ടെ. സലാം വീട്ടി കഴിയുമ്പോ പ്രിയപ്പെട്ട ഉമ്മ കാല് നീട്ടിയിരിക്കുമ്പോ തസ്ബീഹ് എടുത്ത് കയ്യിൽ വെക്കുമ്പോ സംസാരിച്ചു തുടങ്ങുന്ന പ്രിയപ്പെട്ട പിഞ്ചുമക്കള് പോലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ അത്ഭുതപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ സലാത്ത് ചൊല്ലുമ്പോ അല്ലാഹുവിനെന്ത് സന്തോഷമായിരുന്നെന്നറിയോ. അന്നല്ലാഹു നിന്റെ മക്കൾക്ക് കാവല് തന്നില്ലേ, അന്നല്ലാഹു നിന്റെ കുടുംബത്തിന് സമാധാനം തന്നില്ലേ, അന്നല്ലാഹു നിന്റെ കുടുംബത്തിന് സ്വസ്ഥത തന്നില്ലേ, അന്നല്ലാഹു നിന്റെ കുടുംബത്തിന് ഐശ്വര്യം തന്നില്ലേ. അന്ന് മലബാറിന്റെ തിരുവോരത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിന് ഒരുപാട് ബറക്കത്ത് അല്ലാഹു ചെയ്തു തന്നില്ലേ, ഒരുപാട് ഐശ്വര്യം അല്ലാഹു ചെയ്തു തന്നില്ലേ. അതെല്ലാം ഒരു പ്രഭാതത്തിലൂടെ ഫലം കടന്നു വന്നപ്പോ, പദവി കടന്നു വന്നപ്പോ, ആഡംബരം കടന്നു വന്നപ്പോ, സമ്പത്ത് കടന്നു വന്നപ്പോ, സുഖം കടന്നു വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വസ്ത്രത്തിന് മാറ്റം വന്നപ്പോ, ചെരുപ്പിൽ മാറ്റം വന്നപ്പോ, മുടികെട്ടി വെക്കുന്നതിൽ മാറ്റം വന്നപ്പോ, നടക്കുന്ന സ്റ്റൈലിൽ മാറ്റം വന്നപ്പോ, സംഭാഷണത്തിൽ മാറ്റം വന്നപ്പോ, ഭക്ഷണത്തിന്റെ രീതിയിൽ മാറ്റം വന്നപ്പോ, എല്ലാ മേഖലകളിലും മാറ്റത്തിന്റെ മാറ്റൽ വന്നപ്പോ പിശാച് രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോ ഒരു മലബാറിന്റെ ഭവനത്തിന്റെ അകത്ത് പോലും അല്ലാന്റെ മലക്കുകളില്ല, ഒരു മലക്കുകൾ പോലും വരുന്നില്ല. യാസീനോടുന്ന ഭവനങ്ങളില്ല, അക്കാരോടുന്ന ഭവനങ്ങളില്ല, സ്വലാത്ത് ചെല്ലുന്ന ഭവനങ്ങളില്ല. നിസ്കരിച്ച രാത്രിയില് പൊട്ടിക്കിടന്നുകൊണ്ട് ദുആ ചെയ്യുന്ന കുടുംബനാഥനുള്ള വീടുകളില്ല. എല്ലാ പിശാചിന്റെ കേന്ദ്രങ്ങളായി അധപതനത്തിന്റെ പടുകുടിയിലേക്ക് വീട് വെക്കൊണ്ടിരിക്കുമ്പോ മമ്പുറത്ത് കിടക്കുന്ന സൈനകളി മമ്പുറന്തങ്ങളെ പൊട്ടിക്കറിയുകയാണ്. എന്ത് പറ്റിപ്പോയി മലപ്പുറംകാർക്ക്? കോഴിക്കോട് കിടക്കുന്ന CM മടവൂർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കറിയുകയാണ്. എന്ത് പറ്റിപ്പോയി? എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് പറ്റിപ്പോയി? പണം കൂടിപ്പോയതാണ്. അല്ലാഹു റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭയന്നു പോയ ആ ഒരു ഭയമെന്ന് പറയുന്നത് നമ്മെ പിടിപെട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവന്റെ പള്ളിക്ക് തൊട്ട് നമസ്കരിക്കാനാളുണ്ട്, പക്ഷേ നമസ്കാരം കിടന്ന് ദുആ ചെയ്യാനാളില്ല. എന്തുകൊണ്ടാ? പണം കൂടിയത് കൊണ്ടാണ്, അവർ കൂടിയത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, അല്ലാഹുവിന്റെ റസൂൽ ഭയന്നത് എന്തിനെന്നറിയുമോ? ആ പണം കൂടുമ്പോ എന്തിനാ മുത്ത് റസൂൽ പേടിക്കുന്നത്? പണം കൂടിയത് കൊണ്ടോ പള്ളികളിൽ നിന്ന് തമ്മിൽ തല്ലി നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട വയോവൃദ്ധയായ ഉമ്മയെ തന്റെ വാഹനത്തിന്റെ അകത്ത് കഴിച്ചിട്ട് മക്കാമുകളുടെ മുമ്പിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. ഏർവാടിയിൽ ഒരു ഉമ്മ കിടക്കുന്നുണ്ട്, മക്കളാരെന്നറിയില്ല, മക്കൾ കൊണ്ട് കടന്നിട്ട് പോയതാണ്. ശൈത്താൻ കൂടിയതല്ല, ക്യാൻസർ രോഗമല്ല, മാരക രോഗമില്ല, ഒരു പ്രശ്നവുമില്ല. എന്റെ മക്കളാരെന്ന് എനിക്കറിയില്ല, എന്നോ ഇവിടെ കൊണ്ടുവന്ന് കടഞ്ഞിട്ട് പോയതാണ്. പൂച്ചയെ കൊണ്ടുവന്ന് കളയുന്ന ലാഘവത്തോടെ, വേദനയോടെ, മരണവേദനയോടെ പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ണുവത്തി കൊണ്ടുവന്ന് ജനത്തിരക്കിനിടയിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഭയന്നു പോയത്. അല്ലാഹുവിന്റെ റസൂൽ ഭയന്നു പോയത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, ആ ഭയപ്പെട്ട കാലഘട്ടത്തിന് ഇരകളായി നമ്മൾ മാറിയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ മുത്ത് റസൂലിനെ കാണാൻ പറ്റൂല, ശഫാഅത്ത് നമുക്ക് ലഭിക്കൂല, ഹൗദുൽ കൗസർ നമുക്ക് ലഭിക്കൂല. പണമുണ്ടാക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. സഹാബത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ആ മഹാനുഭാവന്റെ നെഞ്ചകത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അന്ത ഫിൽ ജന്ന